Hi friends, പഴം വെച്ചിട്ട് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് മുട്ട ചേർക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഇത് ഓവനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓവൻ ഇല്ലാതെ വേണമെങ്കിലും ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു കേക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൻ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണോട് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അളന്നിട്ടുള്ളത് 250 ml കപ്പിലാണ് അളന്നിട്ടുള്ളത്. 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിലും അതുപോലെ 1 കപ്പിൻ്റെ 2 കപ്പിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ കളറിലായതുകൊണ്ട് ചിലർക്ക് ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. 2 നുള്ള ഉപ്പും 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിക്കാതെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പഴത്തിനൊരു നല്ല മധുരം ഉണ്ടാവും. അപ്പം പിന്നെ 1/2 കപ്പ് പഞ്ചസാരയുടെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ തന്നെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ മൈദയുടെ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടിക്കാതെ നമ്മൾ കേക്കിൻ്റെ ആ ഒരു മിക്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു കറുത്ത പഴത്തിൻ്റെ ഒരു കറുത്ത കളർ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട്. തണുക്കാതെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഴത്തിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ചിട്ട് പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 കപ്പ് പാലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോക്ലേറ്റിന് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഉണങ്ങിയ മുന്തിരി ചേർത്ത് കൊടുക്കാം. അതും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചോക്ലേറ്റ് ചിപ്സും മുന്തിരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചേർക്കണ്ട. അല്ലാതെ തന്നെ ഇത് കേക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മൾ ബ്രെഡൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാനായിട്ട്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ആദ്യം പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇത് 45 മിനിറ്റാണ് ഈ കേക്ക് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓവൻ ഇല്ലാതെ ആയാലും 45 മുതൽ ഒരു 50 മിനിറ്റ് വരെയൊക്കെ മതിയാവും. അപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. ഒരു സ്ക്യൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ചെറിയ ചൂടോടെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ നല്ല ടേസ്റ്റിയാണ്. വേഗത്തിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്